നമസ്കാരം. ഗംഗാ സപ്തമിയെക്കുറിച്ച് സംസാരിക്കാം. ഈ മാസം 23 വ്യാഴാഴ്ചയാണ് ഗംഗാ സപ്തമി വരുന്നത്. വൈശാഖത്തിലെ സപ്തമിയിൽ ഗംഗയിൽ സ്നാനം ചെയ്താൽ അതിവിശിഷ്ടമെന്നാണ് പറയാറുള്ളത്. ഗംഗാദേവി വളരെ സന്തോഷവതിയായി കാണപ്പെടുന്ന ദിവസമാണ് സപ്തമി ദിവസം. ആ ദിവസം ഗംഗയിൽ സ്നാനം ചെയ്താൽ നമുക്ക് പുണ്യവും മോക്ഷവും ലഭിക്കുമെന്നാണ് പറയുക. വൈശാഖ മാസത്തിൻ്റെ മഹാത്മ്യങ്ങൾ ഒക്കെ പറയുന്നത് അംബരീഷ് രാജാവും നാരദ മഹർഷിയും കൂടെ ഇരുന്നാണ്. ഇങ്ങനെ നാരദ മഹർഷിയും അംബരീഷ് രാജാവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ നാരദ മഹർഷി പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇന്ന് വൈശാഖത്തിലെ സപ്തമിയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ഇത്ര പ്രത്യേകതയെന്ന്. നാരദർ മറുപടി പറയുകയാണ്, ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഭഗീരഥനാണല്ലോ, അതിന് ഒരു കാരണവും കൂടിയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പൂർവികർ കുറച്ച് തലമുറയ്ക്ക് മുന്നിലുള്ളവർ അവർ ഒരു യാഗം നടത്തുകയായിരുന്നു. അവർ 100 പേരുണ്ടായിരുന്നു. ഈ സമയത്താണ് ആകാശത്തെ കാണാനില്ല, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നമ്മുടെ ഇന്ദ്രദേവനായിരുന്നു അശ്വത്തെ മോഷ്ടിച്ചത്. അങ്ങനെ അശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് കപില മഹർഷിയുടെ ആശ്രമത്തിൽ കെട്ടിയിട്ടു. എല്ലാവരും കൂടി വന്ന് കുതിരയെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം കപില മഹർഷിയുടെ ആശ്രമത്തിൽ കുതിരയെ കണ്ടെത്തി. എല്ലാവരും വിചാരിച്ചത് കപില മഹർഷിയാണ് മോഷ്ടിച്ചതെന്ന്. ദേവേന്ദ്രൻ ആണ് ഇത് ചെയ്തതെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി മഹർഷിയെ സംശയത്തോടെ നോക്കി. മഹർഷിയാണല്ലേ മോഷ്ടിച്ചു കൊണ്ടുവന്നത് എന്നുള്ള ഭാവത്തിൽ. മഹർഷിക്ക് ഇത് മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹം തെറ്റു ചെയ്തിട്ടുമില്ല. മഹർഷി ദേഷ്യത്തിൽ ആരുടെ ആ 100 പേരെയും നോക്കി. ആ 100 പേരും ഭസ്മമായി തീർന്നു. അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി ഒരു ഉപാധിയും പറഞ്ഞു. ഗംഗാനദിയിൽ ഒരിക്കൽ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന്. ഗംഗ ആകാശത്തിലാണ് ഉള്ളത്, ഭൂമിയിലേക്ക് കൊണ്ടുവരണം. പല രാജാക്കന്മാരും അതിനുവേണ്ടി ശ്രമിച്ചു, നടന്നില്ല. അടുത്ത തലമുറയിലും പലരും ശ്രമിച്ചു, ആർക്കും അതിന് സാധിച്ചില്ല. അവസാനം ഭഗീരഥൻ്റെ തലമുറ വന്നു. അദ്ദേഹത്തിന് നല്ല തപശക്തിയുള്ള ആളായിരുന്നു. അദ്ദേഹം കഠിനമായി ഗംഗാദേവിയെ തപസ് ചെയ്ത് ദേവിയെ പ്രസാദിപ്പിച്ചു. കാരണങ്ങൾ എല്ലാം പറഞ്ഞു. അങ്ങനെ ഗംഗാദേവി ഞാൻ ഭൂമിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ അതിശക്തമായിട്ടാണ് പതിക്കുക. ഈ ആഘാതം താങ്ങാൻ ഭൂമിദേവിക്ക് കഴിയുണ്ടാവില്ല. ഭൂമി തരിപ്പണമാകും. ഞാൻ ഭൂമിയിലേക്ക് ഒഴുകുന്ന സമയത്ത് എന്നെ പിടിക്കുവാൻ വേണ്ടി, അതായത് എൻ്റെ പതനത്തിൻ്റെ ശക്തി കുറയ്ക്കാനായി എന്നെ ആരെങ്കിലും താങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗീരഥൻ മഹാദേവനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി. വിവരങ്ങൾ ഒക്കെ പറഞ്ഞു. മഹാദേവൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഗംഗ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒഴുകി. മഹാദേവൻ തൻ്റെ ജടയിൽ ഗംഗയെ പിടിച്ചുകെട്ടി. ഗംഗാദേവിക്ക് ഭൂമിയിലേക്ക് ഒഴുകാൻ പറ്റിയില്ല. വീണ്ടും ഭഗീരഥൻ വന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ ജടയുടെ ഒരു ഭാഗം നീക്കി. അപ്പോൾ ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങി. ആർത്തലച്ച ശക്തത്തോടുകൂടി ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഒഴുകുന്നതിനിടയിൽ ഉണ്ടായിരുന്ന മലകൾ, മരങ്ങൾ എല്ലാം തകർത്തുകൊണ്ട് അതിശക്തമായി ഒഴുകി വരികയാണ് ഗംഗാദേവി. ഭഗീരഥൻ മുന്നേ പോയിക്കൊണ്ടേയിരുന്നു. കപില മഹർഷിയുടെ ആശ്രമത്തിൽ ഭസ്മമായി കിടക്കുന്നവരുടെ അടുത്തേക്ക്. അങ്ങനെ ഗംഗാദേവി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗംഗയുടെ ഈ വരവ് കണ്ടിട്ട് മഹർഷി തൻ്റെ തപസ് മുടങ്ങുമെന്ന് വിചാരിച്ച് ഗംഗയെ കുടിക്കാൻ തുടങ്ങി. ഭഗീരഥൻ കുറച്ചു നേരം ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗയെ കാണുന്നില്ല. തിരികെ വന്ന് നോക്കുമ്പോൾ ഗംഗയെ മഹർഷി കുടിച്ചു തീർക്കുകയാണ്. വീണ്ടും ഭഗീരഥൻ തൻ്റെ പൂർവികർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് താൻ ഗംഗയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്നും ദയവായി വിട്ടുതരണമെന്നും മഹർഷിയോട് അപേക്ഷിക്കുന്നു. കുടിച്ചു തീർത്ത ഗംഗയെ മഹർഷി തൻ്റെ ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുക്കി. വളരെ സന്തോഷത്തോടെ ഗംഗാദേവി കപില മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ഭസ്മമായി കിടന്നവർക്ക് മോക്ഷം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയ ദിവസമാണ് വൈശാഖത്തിലെ സപ്തമി. മഹർഷിയുടെ അടുത്ത് നിന്ന് കപില മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒഴുകിയ ദിവസമാണ് വൈശാഖത്തിലെ സപ്തമി. ഇതുകൊണ്ടാണ് ഈ ദിവസം ഗംഗയിൽ നമ്മൾ സ്നാനം ചെയ്താൽ നമുക്ക് പുണ്യവും മോക്ഷവും എല്ലാം ലഭിക്കുമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഗംഗയിൽ പോയി കുളിക്കാൻ സാധിക്കുന്നില്ല. അതിന് നമ്മൾ കുളിക്കുന്ന വെള്ളം ആറ്റിലോ അല്ലെങ്കിൽ നദിയിലോ കുളത്തിലോ പൈപ്പ് വെള്ളത്തിലാണെങ്കിൽ പോലും അത് നമ്മൾ ഗംഗാദേവിയെ അനുസ്മരിച്ചുകൊണ്ട് കുളിക്കുക. നമ്മൾക്കും മോക്ഷവും പുണ്യങ്ങളും എല്ലാം ലഭിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.